അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ മുന്നൊരു ചെമ്മീൻ ബിരിയാണി തലശ്ശേരി ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ചെമ്മീൻ്റെ മസാലയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ അപ്പുറത്തെ സ്റ്റവിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്കായ, പുതിന, പിന്നെ പൈനാപ്പിൾ എസൻസ്, ഓയിൽ, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ തന്നെ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഒരു 5 to 8 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂണ് തൈരാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലൊരു മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ മസാലയും റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം. റൈസ് ഇട്ട് കൊടുക്കുക, പിന്നെ മസാല, അങ്ങനെ ലെയറാക്കി എടുക്കാം കേട്ടോ. ഇനി ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, നെയ്യ്, പിന്നെ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പൊരിച്ച ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതെ, നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു പപ്പടമൊക്കെ കൂട്ടി അടിക്കണം, സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്ത് കുഞ്ഞ് ബെല്ലൈക്കനും കൂടി കാണും, അതും കൂടി പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.